ഹായ് ഫ്രണ്ട്സ്, വിജയ രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സ്വാദിഷ്ടമാർന്ന തട്ടിൽക്കൂട്ട് സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. തട്ടിൽക്കൂട്ട് സാമ്പാർ അതെന്താണെന്ന് വിചാരിക്കില്ലേ? നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ 6 കുഞ്ഞൻ തക്കാളി, 4 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ സവാള, 3 ചെറിയ കഷ്ണം ക്യാരറ്റ്, 4 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. സാമ്പാറിൻ്റെ മുഖ്യം എപ്പോഴും പരിപ്പാണല്ലോ. സാമ്പാർ പരിപ്പല്ല, ഇത് ചെറുപയർ പരിപ്പാണ് കേട്ടോ. കുഞ്ഞൻ പരിപ്പില്ല, അതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. എടുത്ത പരിപ്പും വെജിറ്റബിൾസ് എല്ലാം കൂടി കുക്കറിലാക്കിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേഗം വെച്ചിട്ടുണ്ട്. സാധാരണ ട്രിവാൻഡ്രം സൈഡിൽ നമ്മൾ സാമ്പാർ വയ്ക്കുന്ന സമയത്ത് വെള്ളരിക്ക, കത്തിരിക്ക, പടവലങ്ങ, വെണ്ടയ്ക്ക, അതുപോലെ തന്നെ ചേമ്പിൻ്റെ കിഴങ്ങ് ഇത്യാദി കാര്യങ്ങളൊക്കെ ഇട്ടാണ് സാമ്പാർ വെക്കുന്നത്. പക്ഷേ ഇതൊരു കുഞ്ഞൻ സാമ്പാറാണ് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഒരു സൈഡിൽ ഇഡ്ഡലി ആകുന്നുണ്ട്, മറു സൈഡിൽ സാമ്പാറിനുള്ള വെജിറ്റബിൾസ് വേഗാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് ഞാൻ തേങ്ങ ചിരുവാൻ പോയിട്ടുണ്ടായിരുന്നു. തേങ്ങ ചിരുകി എടുത്തതും നമ്മുടെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത് പൊടി ഐറ്റംസ് ചേർക്കണമല്ലോ. അപ്പോഴത്തേക്ക് മുളക് പൊടി, അതുപോലെ തന്നെ സാമ്പാർ പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, എരിക്കൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള എരികൾ ചേർക്കുക. അപ്പോൾ എന്തായാലും ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ ഈ പൊടി ഐറ്റംസ് എല്ലാം കൂടി കലക്കി ഒരു ഗ്രേവി ആക്കി എടുത്തതിന് ശേഷമാണ് ഞാനിത് വെജിറ്റബിൾസ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ആവിയൊക്കെ ചേർന്നതിന് ശേഷം നോക്കിയേ വെജിറ്റബിൾസ് എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി വെള്ളമുണ്ട്. അപ്പോഴത്തേക്ക് ഈ അരപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം കുറുക്കിയെടുക്കും. ഈ സമയം ഞാൻ ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർക്കും. പിന്നെ ഇച്ചിരി ഉലുവപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാർ. നമുക്ക് ക്യാരറ്റിന് പകരം നമുക്ക് തക്കാളിയും അതുപോലെ തന്നെ കത്തിരിക്കയും ചേർത്ത് കൊടുക്കും. അപ്പോഴത്തേക്ക് കത്തിരിക്ക സാമ്പാർ ഒരു തമിഴ്നാട് ടച്ച് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് തേങ്ങയും ജീരകവും പിന്നെ പുട്ടുകടലയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ട് ചട്നിക്ക് വേണ്ടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടുകടല ഇവിടെ മുഖ്യമാണ് കേട്ടോ. പ്രത്യേക ടേസ്റ്റാണ് പുട്ടുകടല ചേർത്ത് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഇവിടെ സാമ്പാർ കുറുകി വന്നിട്ടുണ്ട്. ഈ വോയിസ് ഓവർ തന്നെ ഞാൻ കുറേ പ്രാവശ്യം കൊടുത്ത് തൊണ്ട പോയിരിക്കാൻ വയ്യാതിരിക്കാൻ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിടയിൽ ഞാനൊരു താളിപ്പ് ആവശ്യമാണ്. കടുക് വറ ജോലി എല്ലാം ആയി ഒന്ന് സമാനത്തിൽ പോയിരുന്നപ്പോൾ എൻ്റെ അമ്മ പറയുന്നു ഇഡ്ഡലി വേണ്ട, ദോശ വേണം. പിന്നെ അവർക്ക് ദോശ ഉണ്ടാക്കി പിന്നെ ചൂട് തേയിലയും ഇട്ട് അടിപൊളിയായിട്ടുള്ള സാമ്പാറും നല്ല ചട്നിയും ദോശയും ഇഡ്ഡലിയൊക്കെ ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറിനായിട്ടോ നമുക്ക് ഇതുപോലെ റെസിപ്പി ഉപയോഗിക്കും. ഞാനിവിടെ ഡിന്നറിനാണ് കേട്ടോ ഇതുണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരെ വണക്കം. ബൈ ബൈ, ടേക്ക് കെയർ. ഓക്കെ, ബൈ ബൈ.